ലോക ചരിത്രത്തിലെ ആദ്യത്തെ ജഡപരിശോധന നടത്തിയെന്ന് പറയപ്പെടുന്നത് മറ്റേതു വിഷയത്തിലും എന്നതുപോലെ തന്നെ വിവാദ നായകനായിരുന്ന ജൂലിയസ് സീസറുടെ ശരീരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 23 മുറിവുകളുണ്ടായിരുന്നു അത്രേ. നിയമപ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നടത്തപ്പെടുന്ന അന്വേഷണവുമായി ബന്ധപ്പെടുന്ന ജീവശാസ്ത്ര ശാഖയാണ് ഫോറൻസിക് മെഡിസിൻ. ഫോറൻസിക് മെഡിസിൻ വിശേഷങ്ങളുമായി സ്റ്റെതസ്കോപ്പിൻ്റെ ഈ യാത്ര തുടരുകയാണ്. വളരെയേറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒട്ടേറെ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കേരളത്തിലെ അതിപ്രശസ്തയായ ഫോറൻസിക് വിദഗ്ധയും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ഷേർലി വാസു മാഡം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം മാഡം. നമസ്കാരം. മാഡത്തിൻ്റെ ഫോറൻസിക് പരിശോധനാ അനുഭവങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലുണ്ടാവും. നമ്മുടെ പ്രേക്ഷകർക്കായി അതൊന്ന് പങ്കുവെക്കാമോ? 33 വർഷം ഫോറൻസിക് പത്തോളജിയിൽ ജോലി ചെയ്തത് കോഴിക്കോട് സെൻറ്റേഡായിട്ടാണ്. 2 വർഷമാണ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇടക്കാലത്ത് ജോലി ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ ഒരു റീജിയണൽ ട്രെൻഡുകൾ മരണത്തിൽ ഉണ്ടായേക്കാം. പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യേണ്ട ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഇതിലെ പ്രാദേശിക സ്വഭാവം ഇതിനകത്ത് പ്രധാനമാണ്. മരണാന്വേഷണം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെയേറെ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പൊതുജനം അതിനെ മനസ്സിലാക്കുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടർ അവസാനമായിട്ട് വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സേവനമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം കണ്ടെത്തി മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ മരണാന്വേഷണത്തിൽ ഇതിനൊരു സ്വാഭാവിക മരണമാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നടപടികൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയം അപകട മരണമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് കോമ്പൻസേഷൻ നടപടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് തുടങ്ങണം. അതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടിയിട്ടാണ് അത് തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശരി. അതേസമയം സ്റ്റേറ്റ് അതോറിറ്റി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ തഹസിൽദാർമാർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് പലപ്പോഴും അപൂർണമായിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപകടത്തിൻ്റെ കാരണങ്ങൾ, അതായത് റോഡിൻ്റെ അപാകതയാവാം, വെളിച്ചക്കുറവാകാം, ഒരു പാലമോ കൈവരികളോ വാട്ടർ ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തതാകാം. അത്തരം കാരണങ്ങൾ കണ്ടെത്തി അടുത്ത അപകടം തടയാനുള്ള സ്റ്റെപ്പിൻ്റെ തുടക്കം ഇടുക എന്നുള്ളതാണ് മരണാന്വേഷണത്തിൻ്റെ പ്രധാനമായും. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധ കിട്ടാത്ത ഒരു വിഭാഗം അതാണ്. ഏറ്റവും കൂടുതൽ മാഡം പരിശോധിച്ചിട്ടുള്ള മരണം എന്ത് കാരണം കൊണ്ടുള്ള മരണമാണ്? ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്താത്ത മരണങ്ങൾ, അതിൽ വലിയൊരു പങ്ക് അസ്വാഭാവിക മരണങ്ങളാണ്. ആത്മഹത്യാ നിരക്ക് കേരളത്തിൽ താരതമ്യേന വളരെ കൂടുതലായതുകൊണ്ട് കേരളത്തിലെ എല്ലാ മോർച്ചറിയിലെയും വലിയൊരു പങ്ക് മരണങ്ങൾ അപകടങ്ങളും ആത്മഹത്യകളുമാണ്. പക്ഷേ ആത്മഹത്യകളിൽ തന്നെ വലിയൊരു പെർസെൻറ്റേജിൽ എസ്പെഷ്യലി ചെറുപ്പക്കാരുടേത്, അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് ദൂരെ മരണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാഹിതയോ മറ്റോ ആണെങ്കിൽ ഭർതൃഗൃഹത്തിൽ സംഭവിക്കുന്ന മരണങ്ങളിൽ ഒരു വലിയ എമൗണ്ട് സംശയം അല്ലെങ്കിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കളുടെ സംശയം, സമൂഹത്തിൻ്റെ സംശയം, പിന്നീട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ടി വരുന്ന ഉത്തരങ്ങൾ. അപ്പോൾ ഈ മൂന്നിനും തൃപ്തികരമായ ഉത്തരങ്ങൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരാവുന്ന ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന കൂടിയാണ് ഈ ജഡപരിശോധന. ചെറുപ്പക്കാരിലാണ് കൂടുതലും കേരളത്തിൽ ആത്മഹത്യയിൽ കാണുന്നത് അല്ലേ? അതും ഈ വൈവാഹികവും അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ആത്മഹത്യകളാണ്. അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടോ? അത് ചെറുപ്പക്കാരുടെ നോട്ടത്തിൽ ചെറുപ്പക്കാരുടെ ആത്മഹത്യയാണ് അവരുടെ കണ്ണിൽ പെടുന്നത്. പക്ഷെ പ്രായമായവരുടെ ആത്മഹത്യ പല റീജിയണിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിൽ പലതും കുടുംബം തകർന്നു പോകുന്നതും ദീർഘകാലമായിട്ടുള്ള ബന്ധം, അവരുടെ പാർട്ട്ണർ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ളതോ രോഗകാരണങ്ങൾ, ധനനഷ്ടം, അവരുടെ കുടുംബജീവിതം താറുമാറായി പോകുമ്പം, അല്ലെങ്കിൽ മക്കളുടെ അവസ്ഥ, മക്കൾക്ക് രോഗം വരിക, ജോലി നഷ്ടപ്പെട്ടു പോവുക, മക്കൾ മരിച്ചു പോവുക, ഇതൊക്കെ പ്രായമുള്ളവരെ വളരെയധികം തളർത്തുന്നുണ്ട്.
നമ്മളിപ്പം കേൾക്കുന്നുണ്ട് വൃദ്ധജനങ്ങളെയും മറ്റും കുടുംബ പരിരക്ഷയില്ലാതെ ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ. ഒരു പക്ഷെ എല്ലാവരും അങ്ങനെ അനാഥാവസ്ഥയിലേക്ക് പോകാതെ ഒരുപാട് അതിലേറെ പേര് സ്വയം മരണം വരിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. തൂങ്ങി മരണം ആണ് എന്ന് കൃത്യമായി ഉറപ്പിച്ച, അല്ലെങ്കിൽ അത് വളരെ സംശയാസ്പദമായി അത് തൂങ്ങി മരണമാണോ അതല്ല അപകട മരണമാണോ എന്നൊക്കെ സംശയമുള്ള കേസുകളിൽ എങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയാമോ? ഒന്ന്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇവരെ മരിച്ചവരുമായിട്ട് അടുപ്പമുള്ളവർ, അവർ മരിച്ച സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ നമുക്ക് നേരിട്ട് നമ്മൾക്കറിയുന്നത്, കാരണം രോഗചികിത്സകൾ വളരെ പ്രൈവറ്റായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ കഴിയാത്തതുണ്ട്. ആ ഡിഫക്റ്റുകൾ കവർ ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർ ഡയറക്റ്റായിട്ട് ബന്ധുക്കളോടും മറ്റും, എസ്പെഷ്യലി എപ്പിലെപ്സിക്കും മറ്റുമുള്ള ചികിത്സകൾ, മനോരോഗത്തിനുള്ള ചികിത്സകൾ, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് സൂചന കിട്ടുന്നത് ഡോക്ടർ നേരിട്ട് അറിയുമ്പോഴാണ്. ഇത് പ്രോസസ്സ് ചെയ്ത് ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതേപടി ഉപയോഗിക്കുകയോ അത് വെച്ചിട്ട് ഒരു അനുമാനത്തിലേക്ക് എടുത്തു ചാടുകയോ ചെയ്യില്ല. ബോഡിയിലുള്ള പരിശോധനാ ഫലങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് സീൻ ഫൈൻഡിങ്സുമായിട്ട് ഒത്തുപോകണം. പിന്നീട് നടക്കുന്ന ഫോറൻസിക് സയൻസ് എക്സാമിനേഷൻ, കേരളത്തിൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, അവിടെ നടത്തുന്ന പരിശോധനകളുണ്ട്. വിസറ കെമിക്കൽ എക്സാമിനേഷനുണ്ട്. ഇതിൻ്റെ എല്ലാ ഫലങ്ങളും കൂടി അവസാനം അനലൈസ് ചെയ്തിട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് പോലീസ് ഒരു കൺക്ലൂഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ പോലീസിൻ്റെ സയൻറ്റിഫിക് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളുടേത് കൂടി അവർ കണക്കിലെടുത്തുകൊണ്ട് ഈ നമ്മുടെ നിയമപ്രകാരം പോലീസാണ് ഇത് സമഗ്ര റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ സമർപ്പിക്കുക. പ്രധാനമായിട്ട് എന്തൊക്കെ തെളിവുകളാണ് കാണാറ് അപ്പോൾ ജഡപരിശോധനയിൽ? പറയുന്ന വ്യക്തി തന്നെയാണോ എന്നുള്ളതിന്, ബന്ധുക്കൾക്കോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മൃതദേഹത്തിൽ കാര്യമായ പരിക്കുകൾ പറ്റി, ഫോർ എക്സാമ്പിൾ ട്രെയിൻ ആക്സിഡൻറ്റ്, ട്രെയിൻ റൺ ഓവർ, ബസ് റൺ ഓവർ, അല്ലെങ്കിൽ തീപിടുത്തം, ഡീകമ്പോസിഷൻ, അപ്പോൾ ഇങ്ങനെ വികൃതമായി പോകുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റീനെ സംബന്ധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യമായിട്ടാണ് മരണം എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നുള്ളത്. ആളുകൾ അത്ഭുതപ്പെടുത്താറുണ്ട്. കൃത്യസമയം ഇത്ര മണിക്കായിരുന്നു മരണം നടത്തിയത് എന്ന് ഫോറൻസിക് വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം? അത് നമ്മളൊരു ക്ലോക്കിൽ പറയുന്ന പോലെ മിനിറ്റ് അവർ വെച്ചിട്ട് കൃത്യതയോടെ അല്ല പറയുന്നത്. നമ്മൾ അവസാനം കഴിച്ച ഭക്ഷണം, അതിൻ്റെ നേച്ചർ, അതിൻ്റെ എത്ര സമയമെടുത്ത് ഡൈജസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എത്ര മണിക്കൂർ മുന്നാലെ അവസാനത്തെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കുടുംബക്കാരും ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പലരും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഭക്ഷണം ഷെയർ ചെയ്തതൊക്കെ ആയിട്ടുള്ള സമയവുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് എഴുതുക. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിയാണിത്, ഓട്ടോപ്സി റൂം. ഓട്ടോപ്സി ചെയ്യുന്ന ടേബിളാണ് നമ്മൾ കാണുന്നത്, പോസ്റ്റ്മോർട്ടം ടേബിൾ. വളരെ അത്യന്താധുനികമായ ഒരു ടേബിളാണിത്. ഇതിൽ ഡിസെക്ഷൻ ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഡിസെക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്യാൻ സാധിക്കും. അവശിഷ്ടങ്ങളും ഈ വാഷ് ചെയ്ത വെള്ളവും ഒക്കെ വലിച്ചെടുക്കാനുള്ള സക്ഷൻ സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനകത്തുണ്ടാകുന്ന രൂക്ഷമായ ഗന്ധമൊക്കെ അതാ സമയത്ത് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാനുള്ള നേർത്ത സുഷിരങ്ങൾ നമുക്ക് കാണാം. മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഫോറൻസിക് സർജൻ തൻ്റെ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ഉപയോഗിക്കുന്നു. അതിനുശേഷമാണ് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഈ രോഗിയുടെ മരണകാരണം എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്.